ഹലോ ഫ്രണ്ട്സ്, നമസ്കാരമുണ്ട്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെർബൽ ബാത്ത് പൗഡർ നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നാണ്. ഇത് 3 മാസം തികഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അതിലും ചെറിയ ഉണ്ണികൾക്ക് പറ്റിയിട്ടുള്ള ഒരു ബാത്ത് പൗഡർ റെസിപ്പി ഞാൻ ഉടനെ തന്നെ വീഡിയോ ഇടാം. അപ്പോൾ ഇത് 3 മാസത്തിന് പ്രായത്തിന് മേലെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മിക്കതും നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ടും പിന്നെ കുറച്ചൊക്കെ നമ്മൾ ആയുർവേദിക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ അടുത്ത് അങ്ങനെ ആയുർവേദിക് മെഡിക്കൽ ഷോപ്പ് ഒന്നുമില്ല. അത് കാരണം ഞാൻ മിക്ക പ്രോഡക്ട്സും ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിത് ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. കാരണം നമ്മളുടെ കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഹെർബൽ ബാത്ത് പൗഡർ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. അത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. കുട്ടിയുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ ചെറിയ ഇങ്ങനെ കുരുക്കളൊക്കെ വരില്ലേ മേല്, ചൂടുകുരു പോലെ പൊന്തല്ലേ, അതൊക്കെ പോകാൻ നല്ലതാണ്. അലർജി, റാഷസ് ഒക്കെ പോകാൻ നല്ലതാണ്. അതുപോലെ തന്നെ കുട്ടിയുടെ സ്കിന്നിൻ്റെ കളർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലാണ് എടുത്തിട്ടുള്ളത്. ഈ ബൗൾ കണക്കിനാണ് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ബൗളാണോ ആ ബൗളിൻ്റെ കണക്കിന് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്താൽ മതി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചുവന്ന പരിപ്പാണ്, മസൂർ ദാൽ. ഈ മസൂർ ദാൽ നമ്മളുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താം കേട്ടോ. അത്രയും നല്ലൊരു സംഭവമാണ്. കാരണം ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുക നോർത്ത് ഇന്ത്യൻസ് ആണ്. അവരുടെ സ്കിൻ കെയറിലൊക്കെ അവർ ഡെയിലി സ്കിൻ കെയറിലൊക്കെ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് ചുവന്ന പരിപ്പ്. നമ്മളുടെ സ്കിൻ കളറൊക്കെ നന്നായിട്ട് കൂടാനൊക്കെ നല്ലതാണ് ഈ ചുവന്ന പരിപ്പ് എന്ന് പറയുന്നത്. പിന്നെ എടുത്തിട്ടുള്ളത് ആവാരംപൂ പൗഡറാണ്. ആവാരംപൂ പൗഡർ അങ്ങനെ നമ്മുടെ നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടില്ല. ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നാട്ടുമരുന്ന് കടയിൽ ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ നാട്ടുമരുന്ന് കടയിലൊക്കെ ഇത് ഉണക്കിയിട്ട് കിട്ടും വാങ്ങിക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ ഞാനിവിടെ ഒരു പിക്ക് ഇടാം. അപ്പോൾ ഇതിൻ്റെ മരം നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ പൂ പൊട്ടിച്ചിട്ട് നിങ്ങൾ നിഴലിൽ ഉണക്കി പൊടിച്ചെടുത്താൽ മതി. പിന്നെ എടുത്തിട്ടുള്ളത് റോസാപ്പൂവിൻ്റെ ഇതെല്ലാം ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ റോസാപ്പൂവിൻ്റെ ഇതൾ നമുക്ക് എളുപ്പത്തിൽ ഉണക്കി പൊടിക്കാം എന്നുള്ളൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കേട്ടോ. ഈ ഹെർബൽ ബാത്ത് പൗഡറിൽ നിർബന്ധമായിട്ടും ചേർക്കേണ്ടതായിട്ടുള്ള ഒരു കൂട്ടാണ്. ഇതിപ്പോൾ ഇതിൻ്റെ പേര് പറയുക വൈറ്റ് ടെർമറിക് എന്നാണ് പറയുക. ഇതിൻ്റെ മലയാളം കച്ചൂരം എന്നാണ്. അപ്പോൾ ഇതെല്ലാ നാട്ടുമരുന്ന് കടയിലും ഒക്കെ കിട്ടുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെയും ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് പണ്ട് കാലം തൊട്ടേ നമ്മൾ മുറിവൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒന്നാണ്. ഇത് മുറിവിൽ തേച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ പാടുപോലും ഇല്ലാതെ ആ മുറിവ് പോകുമെന്നാണ് പറയുന്നത്. അത്രയും ഗുണമുള്ള സംഭവമാണ് കേട്ടോ. ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളുടെ സ്കിന്നിൽ അലർജി, റാഷസ് ഒക്കെ പോകാനായിട്ട് പറ്റിയ നല്ലൊരു മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് തന്നെ നമുക്കിതിനെ വിളിക്കാം. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. കച്ചൂരത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസ് എടുത്തതിൻ്റെ പകുതി അളവ്. അതായത് ഞാൻ ആ എടുത്ത ബൗളില്ലേ അതിൽ ഞാൻ പകുതി അളവിലാണ് കച്ചൂരം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറ് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും ജലാംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം തന്നെ ചെറുപയർ, പിന്നെ ചുവന്ന പരിപ്പ്, നമ്മളുടെ റോസാപ്പൂവിൻ്റെ ഇതെല്ലാം ഉണക്കി പൊടിച്ചതും ആവാരംപൂ പൗഡറും പിന്നെ അവസാനമായിട്ട് കച്ചൂരം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. രാമച്ചാണ്. രാമച്ചം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല. എനിക്കും അങ്ങനെ തോന്നി വാങ്ങിച്ചപ്പോൾ. പക്ഷേ എനിക്ക് വേറെ കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ വാങ്ങിച്ചത്. ഓൺലൈനായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ 100-ൽ താഴെ അങ്ങനെയൊക്കെയാണ് റേറ്റ് ഉണ്ടായുള്ളൂ. പക്ഷേ ഡെലിവറി ചാർജ് അത്ര തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡബിൾ എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ എന്തായാലും നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ നാട്ടുമരുന്ന് കടയിൽ നിന്നൊക്കെ നല്ല ക്വാളിറ്റിയുള്ള രാമച്ചം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഒരു പിടി രാമച്ചാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. കണ്ടില്ലേ, നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നുണ്ടല്ലോ, നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മൾ നല്ലൊരു ആയുർവേദ കടയിൽ പോയി എങ്ങനെ ഉണ്ടാവും ആ ഒരു മണമാണ് കിട്ടുന്നത്. ആ കച്ചൂരത്തിൻ്റെ മണമാണ് ഇതിൽ കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു സ്മെല്ലാണ്. നമ്മളുടെ ഹെർബൽ ബാത്ത് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉപയോഗിക്കേണ്ട വിധം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 2 രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. എനിക്ക് മോനാണുള്ളത്. അപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുതരാം. 2 ടേബിൾ സ്പൂണോളം നമ്മളുടെ ഹെർബൽ ബാത്ത് പൗഡർ എടുക്കും. 2 ടേബിൾ സ്പൂണോളം കടലപ്പൊടി എടുക്കും. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടിയും ലൂസായിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കാറ്. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബോഡി ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കുള്ളൂ കേട്ടോ. അധികം നേരമൊന്നും വെക്കാൻ സമ്മതിക്കില്ല.
ചിലപ്പോൾ അതിലും കുറഞ്ഞ സമയം വെക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് എത്രത്തോളം ഒരു മാക്സിമം 10 മിനിറ്റോളം വെച്ചാൽ മതി. അതിന് ശേഷം വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. പിന്നെ സോപ്പ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇനി പെൺകുട്ടികളാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ അളവിൽ 1 ടേബിൾ സ്പൂണോളം കസ്തൂരി മഞ്ഞൾ ചേർത്തിട്ട്, കസ്തൂരി മഞ്ഞൾ അലർജി ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ചേർത്തിട്ട് പെൺകുട്ടികൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആൺകുട്ടികളാണെങ്കിൽ കസ്തൂരി മഞ്ഞൾ വേണ്ട, പെൺകുട്ടികളാണെങ്കിൽ 1 ടേബിൾ സ്പൂണോളം കസ്തൂരി മഞ്ഞൾ ചേർക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.